ഹായ്, എൻ്റെ പേര് റിയലക്ഷ്മി എന്നാണ്. ഞാൻ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യാണ്. എൻ്റെ വീട് വരുന്നത് മലപ്പുറത്താണ്. ഞാൻ പഠിക്കുന്നത് കണ്ണൂരാണ്. ആൻഡ് ഞാനൊരു തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. 5 ഇയറിലെ കോഴ്സാണ്. ആൻഡ് ഞാനൊരു ദിവസം ഇപ്പോൾ അടുത്തൊരു ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പുറത്ത് പോയി പഠിക്കുന്നതുകൊണ്ട് നല്ല ചിലവായിരിക്കില്ലേ എന്ന്. പിന്നെ അങ്ങനെ ചിരിച്ചു. പിന്നെ എന്നോട് ചോദിച്ചു എത്രയൊക്കെ ആവും ഏകദേശം ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഏകദേശം എൻ്റെ റെൻറ്റിൻ്റെ കാര്യങ്ങളും എത്രയൊക്കെ ആവും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം കുറവാണെന്ന്. കാരണം എനിക്ക് ആദ്യം ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഒരു 7th 8th പഠിക്കുമ്പോൾ തന്നെ എനിക്ക് പുറത്ത് എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ ലാസ്റ്റ് നോക്കിയ കാര്യങ്ങളൊന്നും റെഡി ആയി ഉണ്ടായിരുന്നില്ല. ഏകദേശം ഹോസ്റ്റലൊക്കെ നോക്കുമ്പോൾ ഒരു 10K ഹോസ്റ്റലിൻ്റെ മാത്രമായിട്ടാണ് ചിലവ് വരുന്നത്. പിന്നെ നമ്മളെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വേറെ എക്സ്ട്രാ ചിലവാകും. അപ്പോൾ അതെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല എന്ന്, അങ്ങനെ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ ഒരു ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ലക്കിന് എനിക്കിവിടെ കിട്ടി. ആൻഡ് ഇതിൽ ഞാൻ എൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം പറയാം. എൻ്റെ ഞാൻ എങ്ങനെയാണ് നോക്കാറുള്ളതും ഒക്കെ പറയാം. എൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് ഫീസും കാര്യങ്ങളും ഒക്കെ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് പറയാം. റെൻ്റ് 400 രൂപയാണ് വരുന്നത് പെർ മന്ത്. ഞാൻ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലാണ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. അതൊരു കോളേജല്ല. ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടുത്തെ എല്ലാവർക്കും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ് നിൽക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും 400 തന്നെയാണ് പെർ മന്ത് വെച്ചിട്ട് ഫീസ് വരുന്നത്. പുറത്ത് നിൽക്കാനാണെങ്കിൽ ഞാൻ അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ ഡിസ്റ്റൻസ് കൂടുതലൊക്കെ ഉള്ളത് ഞാനായതുകൊണ്ടാണ് എനിക്ക് ഹോസ്റ്റൽ കിട്ടി. എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടണമെന്നൊന്നുമില്ല. പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു 1200 അങ്ങനെ 1500 ആ റേഞ്ചിലൊക്കെ ഒരാൾക്കാവും റെൻറ്റ് മാത്രമേ. അങ്ങനെ പിന്നെ എൻ്റെ മെസ് ഫീ, ഞാൻ ഹോസ്റ്റലിൽ തന്നെ മെസ്സ് എടുക്കുകയാണ്. യൂണിവേഴ്സിറ്റി നടത്തുന്ന ഹോസ്റ്റലല്ല, അത് സ്റ്റുഡൻസ് നടത്തുന്ന ഹോസ്റ്റലാണ്, മെസ്സാണ്. സ്റ്റുഡൻസ് നടത്തുന്ന മെസ്സാണ്. അതായത് വെച്ചാൽ സ്റ്റുഡൻസിൽ തന്നെയാണ് സെക്രട്ടറിയും പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആൻഡ് ഇവർ പൈസ കളക്ട് ചെയ്തിട്ട് ഒരു കുടുംബശ്രീ ആയിട്ടാണ് ഇപ്പോൾ ലിങ്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരാൾ വന്നിട്ട് അവിടെ ചേച്ചിമാർ വന്നിട്ട് കുക്ക് ചെയ്യുന്നു, അങ്ങനത്തെ തരത്തിലാണ് ഫുഡ്. അപ്പോൾ മൊത്തം മാസം ഒരാൾക്ക് മെസ്സിന് ഫീസ് വരുന്നത് 3000 രൂപയാണ്. ആൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ഡേ മെസ്സ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് മെസ് കട്ടായിട്ട് എടുക്കാൻ പറ്റും. ആ പൈസ റിഡക്ഷൻ ചെയ്തിട്ട് തരും. അതായത് 3000 എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു ദിവസം 100 രൂപ വെച്ചിട്ടാണ്. റിഡക്ഷന് വരുമ്പോൾ 90 രൂപ വെച്ചിട്ടേ കുറയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ മാസമൊന്നും ഫുൾ ടൈമൊന്നും ഫുഡ് എടുക്കാറില്ല. ഞാൻ വീക്ക്ലി 2 പ്രാവശ്യമൊക്കെ ഞാൻ നാട്ടിലേക്ക് വരാറുണ്ട്. അപ്പം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ മന്ത്ലി 2 പ്രാവശ്യമൊക്കെ ഏകദേശം നാട്ടിലേക്ക് വരാറുണ്ട്. ഒരു പ്രാവശ്യം വരലുണ്ട്, 2 പ്രാവശ്യം വരലുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇപ്പോൾ ഫ്രൈഡേ വരുവാണെങ്കിൽ ചിലപ്പോൾ മൺഡേക്ക് ആകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ മൺഡേ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുപോകും, നൈറ്റ് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും. പിന്നെ പിറ്റേ ഒരു ദിവസം ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാറ്, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ഒരു 5 ഡേ മെസ് കട്ടൊക്കെ എന്തായാലും ഞാൻ ഒരു ഇതിലെടുക്കാറുണ്ട്. എനിക്ക് അതുവരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഞാൻ 3000 കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മെസ് കട്ട് കിട്ടും. 5 ഡേ കൂട്ടിയെടുത്താൽ മതി. 5 ഡേയ്സ് ആയിരിക്കണം മിനിമം. പിന്നെ ഹോളിഡേ പറയുമ്പോൾ ഇപ്പോൾ ഓണത്തിൻ്റെ അവധി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തായാലും ഉണ്ടാവും. മെസ്സ് വർക്കിംഗ് അല്ലല്ലോ, അപ്പോൾ അതൊക്കെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ആ റേഞ്ചൊക്കെ വരുള്ളൂ. എനിക്ക് 2000 അടച്ച മന്തും ഉണ്ട്, 2500 1500 1000 താഴെ അടച്ച മന്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാൻ വീട്ടിലെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, ചിലപ്പോൾ എനിക്ക് പൈസയ്ക്ക് ടൈറ്റുള്ള ടൈമിൽ ഞാൻ ഫുഡ് ചുരുക്കിയിട്ട് പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം 70 രൂപയ്ക്കും അങ്ങനെയൊക്കെ ഞാൻ ചുരുക്കിയിട്ടാണ്. അതായത് ഈവനിങ് ചായ കുടിക്കാറില്ല. എനിക്ക് 4 ടൈമാണ് മെസ്സിൽ ഫുഡ് കിട്ടുക. അപ്പോൾ പുറത്തുനിന്ന് ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ നൈറ്റ് ഇങ്ങനെ ചുരുക്കും. അങ്ങനെ പിന്നെ ഇന്ന് ഏകദേശം ഒരു സെയിം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ഇഷ്യൂ വന്ന ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നാട്ടിലോട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ണൂർ, കറക്റ്റ് പ്രോപ്പർ കണ്ണൂരല്ല, പറശ്ശിനിക്കടവ് ഏകദേശം ധർമ്മശാല ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്ന് കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് 23 രൂപ ഉണ്ട്. ടിക്കറ്റ് ഒരു 70, പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്കും ഒരു 23 ആ രൂപയൊക്കെ വരും. അപ്പോഴും 120 റുപ്യൊക്കെ എനിക്ക് വീട്ടിലേക്കും ഒരു സൈഡിലേക്ക് വരാൻ മാത്രമാവും. തിരിച്ചു പോകാനും അത്രയാവും. അപ്പോൾ ഒരു 240 ഒക്കെ ഒരു വരവിലും പോക്കിലാവും.
പിന്നെയെന്ന് പറഞ്ഞാൽ തിരിച്ച് പോക്കും മാസം 2 പ്രാവശ്യം വന്നാൽ ഒരു 500 അടുത്ത് അതിനാവും. അപ്പോഴും എനിക്കൊരു 3800 ആ ഒരു റേഞ്ചൊക്കെ തന്നെ ആവുള്ളൂ. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ മെസ്സിൽ നിന്ന് ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല. അല്ലാതെ പുറത്തുനിന്ന് കാര്യങ്ങൾ മേടിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പുറത്ത് പോയി ചായ കുടിക്കാറ് കുറവാണ്. അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലും യോഗട്ട്, പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയൊക്കെ എപ്പോഴെങ്കിലും പോകുമ്പോഴൊക്കെയാണ് ക്യാൻറ്റീനിൽ നിന്നൊക്കെ പപ്സൊക്കെ കഴിക്കാറുള്ളത്. അതെന്നാലും ഒരു 100-200 രൂപയ്ക്ക് മാസം, 200 ചിലവാകാറില്ല. 100 രൂപയ്ക്ക് ഒക്കെ ഞാൻ പുറത്തുനിന്ന് ഒരു മാസത്തിലൊക്കെ ഫുഡ് കഴിക്കാറുള്ളൂ. അതിൽ പിന്നെ ഞാൻ തിരിച്ചു പോകുമ്പോൾ കോക്ടെയിലൊക്കെ കുടിക്കാറുണ്ട്. അങ്ങനെ അതൊന്നും ഞാൻ അങ്ങനെ ബഡ്ജറ്റായിട്ട് കൂട്ടാറില്ല. കാരണം അതിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഈ മെസ്സിൽ നിന്ന് ഇതാക്കിയിട്ട് റിഡക്ഷൻ ചെയ്യുന്ന ആ ഒരു ടൈം അങ്ങനെ മാക്സിമം 4000 രൂപയാണ് ഞാൻ മാസം സ്പെൻഡ് ചെയ്യാറുള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ സെം ഫീയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെയാണ് അടയ്ക്കുന്നത്. എൻ്റെ സെം ഫീ ഒരു 8K 9K ആ അറൗണ്ടൊക്കെയാണ് വരാറുള്ളത് 6 മന്ത് കൂടുമ്പോൾ. ഇത് ഫസ്റ്റത്തെ ടൈമിൽ എനിക്ക് ഫസ്റ്റത്തെ സെമ്മിലൊക്കെ അമ്മയെ തന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ടൈമിന് പാർട്ട് ടൈമിന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഫണ്ട് കൊണ്ടാണ് ഞാൻ സെക്കൻഡിൽ അടച്ചത്. ആൻഡ് തേർഡിലായപ്പോഴേക്ക് ഈ ഗ്രാൻഡ്സ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിൽ. അത് വെച്ചിട്ടാണ് ഞാൻ അടച്ചത്. പിന്നെയും എനിക്ക് ടൈറ്റ് വന്നപ്പോൾ ഞാനിങ്ങനെ പാർട്ട് ടൈമും അത് ആ ഒരു ഫോർത്ത് സെമ്മിൽ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓരോ ചെറിയ ഇത് കിട്ടിയിട്ട് 500-200 കിട്ടണമൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ആ പ്രാവശ്യം സെം ഫീ അടച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വീട്ടിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്ന കാരണം ഞാൻ അങ്ങനെയായിരുന്നു ആ ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഈ ഗ്രാൻഡ്സൊക്കെ വരുമ്പോഴാണ് പിന്നെ ഈ മെസ്സിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കിട്ടുന്ന പൈസയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും മോയ്സ്ചറൈസറോ അങ്ങനെ എനിക്ക് വേണ്ട ഫേസ് വാഷ്, സൺസ്ക്രീന്, എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ട്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും എനിക്ക് ചുരുക്കി കിട്ടുന്ന പൈസയും കൊണ്ട് മാത്രമേ മേടിക്കാറുള്ളൂ. കാരണം ഇതൊക്കെ വർഷത്തിൽ 2 വട്ടമോ 1 വട്ടമോ ഒക്കെ അല്ലേ മേടിക്കുള്ളൂ. കഴിയുമ്പോഴല്ലേ മേടിക്കണുള്ളൂ. എല്ലാ മാസവും വേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഏകദേശം അത്രയ്ക്ക് രീതിയിൽ ചിലവ് വരാറുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് എനിക്ക് ഈ വീഡിയോ ചെയ്യണം തോന്നിയത് ഭയങ്കരമായ ബഡ്ജറ്റ് അല്ലാതെ ബഡ്ജറ്റ് ചുരുക്കിയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ പഠിക്കുമ്പോൾ ഇത്ര ചിലവൊക്കെ വരുള്ളൂ. കോളേജ് സ്റ്റുഡൻസിൻ്റെ കാര്യം എനിക്കറിയില്ല. അവിടെ എനിക്ക് തോന്നുന്നുള്ളത് സെം ഫീയും കുറച്ച് കൂടും, പിന്നെ മെസ്സിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കൂടും. പിന്നെ ഈ ഗ്രാൻഡ്സൊക്കെ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഉണ്ട് ഈ സെയിം ബഡ്ജറ്റൊക്കെ. കാരണം ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളുടെയായിട്ടായിരുന്നു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് ഏകദേശം സെയിം ആണ്. ആൻഡ് ഇതിലും കുറച്ചും കൂടെ കുറവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഗ്രാൻഡ്സ് അല്ലാതെ ഒരു സ്കോളർഷിപ്പ് കൂടെ ഉണ്ടാവും. സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിനുള്ളൊരു സ്കോളർഷിപ്പ് ഉണ്ട് തോന്നുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊരു സ്കോളർഷിപ്പ് ഇട്ടുണ്ട്. അതും കൂടെ അവർക്ക് കിട്ടും. ഏകദേശം ആ റേഞ്ചൊക്കെ ചിലവേ വരുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ ഞാൻ മാസത്തിൽ 2 വട്ടം വരും. എനിക്ക് വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യമൊക്കെ ഒരു മാസം കൂടുമ്പോഴും ഒരു മാസത്തിൽ 1 വട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ടൈം കിട്ടുമ്പോൾ വരും. കാരണം എൻ്റെ റൂംമേറ്റ്സിൻ്റെ വീട് കോഴിക്കോട് നിയർ അടുത്താണ്, കണ്ണൂർ തന്നെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ വീട്ടിൽ അവിടെ എന്തോ മാതിരിയാവും. അപ്പോൾ ഞാൻ ഇങ്ങ് വരും, വരാറാണ് വീട്ടിലേക്ക്. വീട്ടിൽ വരുമ്പോൾ വീട്ടിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലോരോ കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു രസമാണല്ലോ. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ ഇത്ര ബഡ്ജറ്റിലൊന്നും എന്താ പറയുക, ഞാൻ ഒരു ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പോകാൻ നല്ല ബഡ്ജറ്റ് അവനെ കൊണ്ടൊന്നും കഴിയൂലെന്ന് വിചാരിച്ച ടൈമുണ്ടായിരുന്നു. അവർക്ക് മേ ബി ഈ ഒരു സാധനം ഉണ്ടാവും, ഇങ്ങനെയുണ്ട് എന്നുള്ളൊരു സാധനം. ഇപ്പോൾ ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ അതിലും നല്ലതാണ്. ഈവൻ നാട്ടിലും ഉണ്ട്, വീട്ടിൽ പോയി വരാൻ പാകത്തിന് എനിക്ക് കിട്ടി. നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.